വറുത്ത് വെച്ചിട്ടുണ്ട് പൊരി കേട്ടോ. നമുക്ക് 1 കിലോ ശർക്കര നമ്മളെ ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കുക. കുറച്ച് വെള്ളം കൂടിപ്പോയില്ലേ എന്നൊരു സംശയമുണ്ട്. നമുക്ക് എന്നിട്ട് അരിച്ചെടുക്കാം. കാരണം അതിനകത്തുള്ള പൊടിയൊക്കെ പോട്ടെ. നമ്മുടെ 2 തേങ്ങ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, തിരുവി വെച്ചിട്ടുണ്ട്. നമ്മളിത് അരിച്ചെടുക്കട്ടെ. ശർക്കര പാനി നമ്മൾ അരിച്ചെടുത്ത ശർക്കര പാനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാൻ വീണ്ടും. എന്നിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. കുറേ ഇങ്ങനെ മിക്സിയിലിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടാ. കുറേ തരിയായിട്ട് ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ ഇത്രയും മതി. നമുക്ക് ഫസ്റ്റ് ടൈം അല്ലേ, ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ഇടാം കേട്ടോ. 2 തേങ്ങാണ് ഇട്ട് കുറച്ച് നേരം വേവിക്കാം. കുറച്ച് ഏലക്കപ്പൊടി ഇടാം കേട്ടോ. ചെയ്ത് നോക്കാവേ. എള്ള് കുറച്ചിടാം കേട്ടോ. എള്ളിട്ട് വറുത്ത് പൊടിച്ച പൊരിയും കൂടെ ഇട്ട് ഇളക്കാം. ഇതിങ്ങനെ നമുക്ക് തടിയുടെ സ്പൂൺ എടുത്തോണ്ട് വരാം. എന്നിട്ട് നമുക്ക് യോജിപ്പിച്ചിടാം. വടയ്ക്കുള്ള പൊരിക്കുള്ള ഇത് തേങ്ങ, പൊരി, എള്ള്, ശർക്കര, ഏലക്കാപ്പൊടിയൊക്കെ ഇട്ടത് ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടാറട്ടെ. ഇത് നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഇവരെ കൂടി ഉരുട്ടാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയട്ടാ. നമ്മൾക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല, നല്ല ചൂടുണ്ട്. നമ്മുടെ അതിൻ്റെ ബോൾസൊക്കെ പിടിച്ച് വെച്ചേ. നമ്മുടെ പച്ചരിയും മുട്ട, ഉപ്പ് ഇത് മിക്സിയിൽ അടിച്ചതാണ്. അടിച്ചിട്ട് ഈ ബോൾസ് ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തോട്ടിടാം. നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇങ്ങനെ തന്നെ ഇതിൻ്റെ അവസ്ഥ. ഇതൊന്ന് തിന്നോക്കാം. കൊള്ളാം.